പറഞ്ഞപ്പോൾ റസൂൽ അങ്ങോട്ടേക്ക് പ്രതിഫലവും കൊടുത്തു. ഫഖാല എന്ന് റസൂൽ ചോദിച്ചു, റളീത തൃപ്തിയായോ മതിയായോ എന്ന് ചോദിച്ചു. ഫഖാലല്ല, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല. ഫസാദഹു, അവ വീണ്ടും കൊടുത്തു റസൂല്, കുറച്ചുകൂടി കൂട്ടിക്കൊടുത്തു. ഫഖാൽ റളീത, എന്നിട്ട് ചോദിച്ചു മതിയായും ചോദിച്ചു. ഫഖാലല്ല, അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു. മൂന്നാമതും കൊടുത്തു. അപ്പൊ റസൂൽ ചോദിച്ചു ഇപ്പൊ മതിയായോ ചോദിച്ചു. അപ്പൊ അതെ, ഞാൻ അതെ എന്ന് പറഞ്ഞു. അഹമ്മദൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. ഇത് പല അഭിപ്രായം പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ആരെങ്കിലും റസൂലുള്ളാഹിക്ക് സമ്മാനം നൽകിയാൽ അതിന് പകരം നൽകും റസൂലുള്ള. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിരുന്നു. ആ ഹദീസ് പകരം റസൂൽ നൽകും, സൗജന്യമായിട്ട് മാത്രമായിട്ട് റസൂൽ സ്വീകരിക്കില്ല. നൽകിയതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യുപകാരമോ പകരമോ നൽകും. ഒരു സഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂൽ അങ്ങനെയൊക്കെ പകരം നൽകാൻ കഴിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത്, അതിന് അയാൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, പകരം നൽകി എന്ന് നിനക്ക് തോന്നുന്നത് വരെയും പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവമാണ് റസൂൽ വളർത്തിയെടുത്തതും ആ സംസ്കാരം റസൂൽ പഠിപ്പിച്ചതെന്ന് അർത്ഥം. ഇത് ഈ മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിക്ക് എന്തോ കൊടുത്താ, ഒരു ഒട്ടകത്തെ കൊടുത്തു. അപ്പൊ റസൂൽ അതിന്റെ സാധാരണയായിട്ടുള്ള കൊടുത്തു. മതിയോ ചോദിച്ചപ്പോ വരാറുണ്ട്. എന്നിട്ട് മൂന്നാമത്തെ വട്ടം മതിയാർ അത് കൊടുത്തു. റസൂൽ ചോദിച്ചപ്പോ അങ്ങനെ കൊടുത്തു. ഇതിലൊരു വിഷയമുള്ളത്, ഈ കൊടുത്ത ആൾ ആരാണ് എന്ന് ചോദിക്കുന്നതിനെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത്, ഏതോ ഗ്രാമീണനായ നാട്ടുപുറത്തുകാരനായ ആളാണ് റസൂലിനെ എന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ചു വന്നതായിരിക്കും. അങ്ങനെ കൊടുത്തു, കൂടുതൽ കൂടുതൽ റസൂൽ ചോദിച്ചാൽ തരുമല്ലോ എന്ന് വിചാരിച്ചു വന്നതായിരിക്കും. അതാകാനാണ് സാധ്യത. പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം അനുസരിച്ച്, മറ്റു സംഭവങ്ങളിലൊക്കെ കാണുന്ന സ്വഭാവം അനുസരിച്ച് ചോദിച്ചാൽ ഇല്ല എന്ന് റസൂല് പറയില്ല. വീണ്ടും വീണ്ടും ചോദിച്ചാലും കൊടുക്കും റസൂലുള്ളാഹ്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഒരു സ്ത്രീ ഒരിക്കൽ റസൂലുള്ളാഹിക്ക് ഒരു കുപ്പായം തയ്ച്ച് സ്വന്തം നെയ്തുണ്ടാക്കി, അവർക്ക് അന്നത്തെ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണല്ലോ, ഒക്കെ ചെയ്തുണ്ടാക്കി റസൂലുള്ളാഹിക്ക് കൊടുത്തു. അപ്പൊ ഒരു സഹാബി അത് കണ്ടു, വേറൊരാള്. അപ്പൊ തന്നെ അത് നബിനോട് പോയി ചോദിച്ചു, അത് നബി എനിക്കെന്നാ അളിയാ. അപ്പോ നബിയോട് കൊടുത്തു. അത് വേറെ ഒരു സഹാബി, എനിക്കത് ചോദിക്കാൻ പാടില്ല എന്ന് എനിക്കറിയില്ലേ. നബി ചോദിച്ചല്ല എന്ന് പറയില്ല എന്ന് എനിക്കറിയില്ല, പിന്നെ എന്തിനാ ചോദിച്ചു. നബി കൊടുത്തപ്പോ താല്പര്യപൂർവ്വം വാങ്ങണത് കണ്ടില്ല എന്ന് ചോദിച്ചു. താല്പര്യപൂർവ്വം വാങ്ങാറുണ്ട്, നബി കൊടുത്താൽ താല്പര്യത്തിൽ വാങ്ങും. അങ്ങനെ അശ്രദ്ധമായിട്ട് ഇങ്ങനെ വാങ്ങിയാൽ കൊടുത്തവന് ഭയങ്കര പ്രയാസം ഉണ്ടാവും. ഞാൻ കൊടുത്തിട്ട് നബി വാങ്ങിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. നബിയെ താല്പര്യപൂർവ്വം വാങ്ങി മറ്റോ ഉടനത്തിന് വെച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിക്ക് കൊടുത്തൊരു ഡ്രസ്സ്, വസ്ത്രമാണുള്ളത്, എനിക്കെന്റെ മരിക്കുമ്പോ കഫനായിട്ട് അത് സ്വീകരിക്കണം എന്ന് എനിക്ക് താല്പര്യം ഉണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിയാണ്. പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ റസൂലുള്ളാഹി അങ്ങനെയാണ്, ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല, കൊടുക്കും, ഒക്കെ കൊടുക്കും. അതിന് വേറെ വരുംവരായികൊന്നും നോക്കൂല, കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെ ചില സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചാകാം ഇത്. അല്ലെങ്കിൽ ഈ വന്ന ആള് നബിനെ കഴിഞ്ഞിടത്തോളം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ദരിദ്രനായിരിക്കും, ആവശ്യക്കാരനായിരിക്കും. ഏതായാലും തൃപ്തിയാകുന്നവരെ റസൂലുള്ളാഹി അദ്ദേഹത്തിന് കൊടുത്തു എന്നർത്ഥം. ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉംറ ലിമൻ വുഹിബ ലഹു വലി മുസ്ലിമിൻ അംസികു അലൈക്കും അംവാലക്കും വലാ തുഫ്സിദുഹാ ഫഇന്നഹു മൻ അഅ്മറ ഉംറ ഫഹിയ ലില്ലദി അഅ്മറഹ ഹയ്യൻ വമയ്യിതൻ വലിയഖ്ബിഹി വമയ്യിതൻ ലിയഖ്ബിഹി. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉംറ ലിമൻ വുഹിബ ലഹു, ആരാണോ ഉംറയായിട്ട് സ്വത്ത് ദാനം ചെയ്തത് അത് അവന് തന്നെ അവകാശപ്പെട്ടാണെന്നാണ്. ഉംറ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാൾക്ക് ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു വീട്, ഈ സ്ഥാവര സ്വത്തുക്കൾ എന്നല്ല, ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ ആരെങ്കിലും ഒക്കെ കൊടുത്തു, ഔദാര്യമായിട്ട് കൊടുത്തു. കൊടുക്കുമ്പോഴുള്ള കണ്ടീഷൻ, അയാളുടെ ജീവിതകാലത്ത് അയാൾക്കത് ഉപയോഗിക്കാം എന്നാണ്. അതാണ് ഉംറ എന്ന് പറഞ്ഞത്. ആയുഷ്കാലം മുഴുവൻ അത് അയാൾക്ക് ഉപയോഗിക്കാം.
അങ്ങനെയുള്ള സ്വത്തിനെ പറ്റി റസൂലോട് പറഞ്ഞു, ലിമൻ വഹിബ ലഹു, ആർക്കാണോ അത് നൽകപ്പെട്ടുള്ള ആൾക്ക് അത് ഉപയോഗിക്കാം. അടുത്ത ഹദീസിൽ പറയുന്നത് അങ്ങനെ കൊടുക്കുന്നത് അയാളുടെ മരണശേഷം ദാതാവിന് കൊടുത്ത ആൾക്ക് തന്നെ തിരിച്ചു വാങ്ങാവുന്നതാണ്. അപ്പൊ കണ്ടീഷൻ എന്താണ്? അനക്ക് ജീവിതകാലം മുഴുവൻ അത് ഉപയോഗിക്കാം, മരണശേഷം ഇയാളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുക സ്വത്ത്. അല്ലെങ്കിൽ അയാള് മരിച്ചാൽ അയാളുടെ അനന്തരാവകാശികൾക്ക് അത് കൊടുക്കണം, വലിയ അഖ്ബിഹി, അയാളുടെ പിൻഗാമികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനത്തെ ദാനങ്ങൾ അനുവദനീയാണെന്ന് അർത്ഥം. ജീവിതകാലം മുഴുവൻ എനിക്ക് ഉപയോഗിക്കാം, കഴിഞ്ഞാൽ പിന്നെ കൊടുത്താൽ തന്നെ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അയാളുടെ അനന്തരാവകാശി കൊടുക്കാം. അപ്പൊ അതില് ജീവിതകാലം എന്നുള്ളത് രണ്ട് രീതിയിലാണ്. ഒന്ന്, വാങ്ങിയവന്റെ ജീവിതകാലം മുഴുവൻ അവനത് ഉപയോഗിക്കാം. രണ്ടാമത്തത് കൊടുത്തോന്റെ ജീവിതകാലം. കൊടുത്തോ ആദ്യം മരിച്ചാല് ഇങ്ങോട്ട് ഇവന്റെ അനന്തരാവകാശികൾ കൊടുക്കണം, മറ്റവന് ആദ്യം മരിക്കണമെങ്കിൽ ആ സ്വത്ത് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും വേണം. രണ്ടായാലും അതാണ് ഉംറ എന്ന് പറഞ്ഞത്. ആയുഷ്കാലം തീരുന്നവരെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അതിന് കൂലി കിട്ടും, കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വാങ്ങാം. അങ്ങനത്തെ ദാനങ്ങൾ അനുവദനീയമാണ്. അതാണ് റസൂലുള്ളാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിപ്പിക്കും. അങ്ങനത്തെ സംഗതികളൊക്കെ മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ജന്റെ കാലം കയ്യൊഴിച്ച് ഉപയോഗിച്ചോ എന്ന് പറയാം, അയക്കത് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ. വേറൊരു സംഭവം, ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഹമൽതു അലാ ഫറസിൻ ഫീ സബീലില്ലാഹ് ഫഅലാഹു സാഹിബുഹു ഫളനൻതു അന്നഹു ബായിഹു ബിർഖസിൻ ഫസഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക ഫഖാല ലാ തബ്തഉഹു വഇൻ അഅതാകുഹു ബിദിർഹമിൻ മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസാണിത്. ഉമർ റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ഞാൻ ഒരാൾക്ക് ഒരു കുതിരയെ നൽകി. ഉമർ റളിയല്ലാഹു പറയാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, അന്ന് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് കുതിര, ഒട്ടകമൊക്കെയാണ്. അപ്പോ അതിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉമർ റളിയല്ലാഹു ഒരാൾക്ക് സൗജന്യമായിട്ട് നൽകി. ഫഅലാഹു സാഹിബുഹു, അയാളത് ശ്രദ്ധിക്കാതെ വിട്ടു. അയാളത് കിട്ടിയ വലിയ ഗൗരവത്തിൽ നിൽക്കാതെ അശ്രദ്ധമായിട്ട് വീഴ്ച വരുത്തിയ അയാള്. ഫളനൻതു അന്നഹു ബായിഹു ബിറഖ്സിൻ, അപ്പൊ ഞാൻ വിചാരിച്ചു ഓനേതായാലും അതൊരു ആവശ്യമില്ല, ഞാൻ കൊടുത്തൊക്കെ ശരി തന്നെ, പക്ഷെ ഓനതിന്റെ ഒരാവശ്യമില്ലായ്മ അശ്രദ്ധമായിട്ട് വിട്ടുക്കണോ, അപ്പൊ ഓനത് കുറഞ്ഞ വിലക്ക് വിൽക്കുന്ന് ഞാൻ വിചാരിച്ചു. ഫസഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഞാൻ റസൂലുള്ളാഹിനോട് പോയി കണ്ട് ചോദിച്ചു, ഓൻ കുറഞ്ഞ വിലക്ക് വിൽക്കുകയാണെന്ന് എനിക്ക് തന്നെ വാങ്ങിക്കാണ്ട് ഓൻ ഏതായാലും കൊണ്ടെടുക്കണില്ല ശരിക്ക് എന്ന് ഞാൻ ചോദിച്ചു റസൂലുള്ളാഹിനോട്. അപ്പൊ കാല, അപ്പൊ റസൂൽ പറഞ്ഞ മറുപടി എന്താ പറയുക, ലാ തബ്തഉഹു, നീ അത് വാങ്ങരുത് പറഞ്ഞു. ഔദാര്യമായിട്ട് കൊടുത്തതല്ലേ സൗജന്യം, അത് വാങ്ങരുത്. വൈൻ അഅതാകുഹു ബിദിർഹമിൻ, ഒരു ദിർഹമിനാണ് എനിക്കോൻ തരുന്നെങ്കിൽ പോലും അത് തിരിച്ചു വാങ്ങരുത് പറഞ്ഞു. അതൊരു പാഠമാണ്. സൗജന്യമായിട്ട് കൊടുത്തത് തിരിച്ചു വാങ്ങരുത്, അത് വില കൊടുത്തും വാങ്ങരുത് എന്നാണ് റസൂല് പറഞ്ഞത്. അതാണ് ഒഴിവാക്കി കൊടുക്കുക, അത് വേറെ ആരെയും വാങ്ങിക്കോട്ടെ എന്നാ, അല്ല ഇജ്ജ് കഴിഞ്ഞ് തിരിച്ചു വാങ്ങണ്ടെന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു. വേറെ ആർക്കെങ്കിലും വാങ്ങാലോ, സൗജന്യമായിട്ട് കൊടുത്തത് തിരിച്ചു വാങ്ങരുത് എന്നാ. ഈ കൊടുത്തത് തിരിച്ചു വാങ്ങുന്നതിനെ പറ്റിയുള്ള ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിരുന്നു, ഈ അധ്യായത്തിൽ തന്നെ. കൊടുത്തത് തിരിച്ചു വാങ്ങുന്നത് പട്ടിയെ പോലെ കക്കിയത് പിന്നെയും തിന്നുന്നവനെ പോലെയാണെന്നാ. കൊടുത്തത് കണ്ടനെ വാങ്ങാൻ പാടില്ല, കൊടുത്തത് ഒഴിവാക്കിയോ കൊടുക്കുക, അത് കണ്ടനെ വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഇതൊക്കെ നമ്മളെടുത്ത് നമ്മള് നല്ലൽക്ക് വിചാരിക്കും. ഉമർ റളിയല്ലാഹു ഇപ്പൊ അങ്ങനെ വിചാരിച്ചു, ഓനേതായാലും അത് ഉപയോഗിക്കണില്ല, ഓനത് മോശമാക്കി കളയാ, എന്നാ പിന്നെ നല്ലൽക്ക് ഉപയോഗിക്കാൻ കണ്ടനെ പൈസ എടുത്ത് അപ്പൊ നബി പറഞ്ഞത് വാങ്ങണ്ടെന്നാ. അതൊക്കെ നമ്മൾ ചിന്തിക്കലും ഇങ്ങനത്തെ ഉമർ റളിയല്ലാഹു ചിന്തിച്ചവർ ചിന്തിക്കുള്ളൂ. കാരണം എന്താ, ഓനേതായാലും അത് കൊണ്ടെടുക്കില്ല, നിങ്ങൾ പൈസ കൊടുത്താണ്ട് ഇങ്ങോട്ട് വാങ്ങിക്കാണ്ടോ എന്നൊക്കെ വിചാരിക്കുക. അത് വാങ്ങണ്ട, അത് വേറെ ആരെയും വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ വിട്ടോട്ടെ. കൊടുത്ത ഔദാര്യമായിട്ട് കൊടുത്തൊരു സാധനം പിന്നീട് തിരിച്ചു വാങ്ങാൻ പാടില്ല. പൈസ കൊടുത്തും വാങ്ങണ്ട, അല്ലാതെയും വാങ്ങണ്ട എന്നാണ് അർത്ഥം.
ഒരു ഹദീസിൽ കൊടുത്തുള്ള നബി ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തഹാദു തഹാബു, നിങ്ങൾ പരസ്പരം പാരിതോഷികങ്ങൾ നൽകുക, എന്നിട്ട് പരസ്പരം സൗഹൃദം സ്നേഹബന്ധം നിലനിർത്തുക. ഇതും ഒരു ഹദീസാണ്. റസൂൽ പറഞ്ഞ അദബുൽ മുഫ്രദിൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇതിന്റെ ആശയം എന്താ അറിയങ്ങള്, സ്നേഹബന്ധങ്ങൾ നിലനിർത്താനുള്ള ഒരു മാർഗമാണ് പരസ്പരം ഹദിയകളും സമ്മാനങ്ങളും ഒക്കെ നൽകുക എന്നുള്ളത്. അത് നമ്മൾ ഏത് ഇടപാടിലും അങ്ങോട്ടും പോകുമ്പോഴും വരുമ്പോഴൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുക, ബന്ധങ്ങൾ പുതുക്കുക, സ്നേഹബന്ധങ്ങൾ നിലനിർത്തുക. ഇപ്പൊ ഹജ്ജോ ഉംറയ്ക്ക് ചെയ്തു വരുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങള് എല്ലാവരും കൊണ്ടുവരും, എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കും. അതൊരു